നമ്മുടെ തിരുമനസ്സല്ലേ വരുന്നത്. വന്നാലും തിരുമനസ്സേ. ആസനസ്ഥനായാലും കുറച്ച് ദിവസങ്ങളായല്ലോ വന്നിട്ട്. കട്ടൻ ചായ ഉണ്ടാകട്ടെ പ്രഭു. വത്സ, എൻ്റെ ഈ പ്രജയെ കാണാതെ ഞാൻ എങ്ങനെ പോകും? എനിക്ക് പോകാൻ ധൃതിയായിരിക്കണു. ഇനി ഉത്രാടത്തിന് വരുന്നുണ്ട്. ഞാൻ ഇപ്പോ വേഷം മാറി വന്നതല്ലേ. എന്തായാലും വേഷം മാറി വന്നത് നന്നായി. പോകും വഴി ആ അമ്പലത്തിൻ്റെ പിന്നിലുള്ള പുഴയില്ലേ, അവിടെ ഒന്ന് കുളിക്കാൻ ഇറങ്ങി. എൻ്റെ വൈരമാലയും മുണ്ടുമെല്ലാം ഞാൻ ആ കരയിൽ അഴിച്ചു വെച്ചു. അങ്ങോട്ട് കുളിക്കാനായിട്ട് ഇറങ്ങി. 2 മുങ്ങല് മുങ്ങി ഞാൻ കരയിലേക്ക് അങ്ങോട്ട് വന്നപ്പോൾ നോമിൻ്റെ വൈരമാലകൾ അങ്ങോട്ട് കാണാനില്ല. അത് പോയി. ഞാൻ എൻ്റെ ശരിക്കുള്ള വേഷത്തിലാണ് വന്നിരുന്നതെങ്കിൽ എൻ്റെ കിരീടവും പോയിരുന്നു. എന്നാലും ഞാൻ എൻ്റെ പ്രജകളെ അവിശ്വസിക്കില്ല കേട്ടോ. പ്രഭു, ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയോ? രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ ഭയങ്കര യുദ്ധങ്ങളിലേ നടക്കണത്. വലിയ 2 രാജ്യങ്ങളുണ്ട് പ്രഭു. ലോകം നശിപ്പിക്കാൻ പോകുന്ന ആയുധങ്ങളുണ്ട് പ്രഭു. പിന്നെ ഇതിലൊരു രാജ്യം അവരുടെ രാജ്യത്തിരുന്ന് ഒരു സ്വിച്ച് ഇട്ടാല് ലോകം മുഴുവനോട് നശിക്കും. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമനസ്സിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെയോ? അതെങ്ങനെയാ തെളിച്ചങ്ങോട്ട് പറയുക? ഞെക്കിയാല് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണത്, ഈ സ്വിച്ച് പറഞ്ഞാല്. പിന്നെ തിരുമനസ്സേ, എൻ്റെ ജോലി വിദേശത്താണ്. ഏത് സമയത്തും യുദ്ധമുള്ള ഒരു രാജ്യത്ത് മിസൈലുകൾ ചീറിപ്പാഞ്ഞ് വരുന്നത് ആണ് ആകെയുള്ള ഒരു പേടി. പിന്നെ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ തിരുമനസ്സിന് മനസ്സിലായിട്ടുണ്ടാവില്ല. മിസൈല് എന്ന് പറഞ്ഞാല് തീ തുപ്പുന്ന അമ്പ് പോലുള്ള ഒരു സാധനമാണ്. ഒരു കരിമ്പന വലിപ്പത്തിലുള്ള മിസൈലൊക്കെ ഉണ്ട് പ്രഭു. മിസൈൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുമ്പോ എവിടുന്നാണ് മിസൈൽ വരുന്നത് എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവൂലോ. ഞാൻ ആദ്യം നിന്നിരുന്ന ഭാഗത്ത് മിസൈൽ അങ്ങോട്ട് വന്നു വീണു. അങ്ങനെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു കേട്ടോ പ്രഭു. എന്നിട്ട് ഞാനൊരു ചിരി ചിരിച്ചാണ് നടന്നു പ്രഭു. എൻ്റെ അഭിമാനം അങ്ങോട്ട് കാത്തു എൻ്റെ പ്രജ. എനിക്ക് പോകാൻ